ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ PSC തിങ്സ്. അപ്പോൾ നമ്മൾ എത്ര ദിവസമായല്ലേ നമ്മളൊന്ന് ഒരു വീഡിയോ ഇട്ടിട്ടും ഷോർട്സ് ഇടുന്നുണ്ട്, പക്ഷേ ഞാൻ വീഡിയോ ഒന്നും അങ്ങനെ ഇടാറില്ല. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് കോൾഡൊക്കെ ആയതുകൊണ്ട് സൗണ്ടിനൊക്കെ കുറച്ച് പ്രശ്നമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണ്, ഏതുവരെ എത്തി നിങ്ങളുടെ പഠിത്തമൊക്കെ നന്നായി പോകുന്നുണ്ടോ? അപ്പോൾ എല്ലാവരും എന്തൊക്കെയാണ് പഠിക്കുന്നത്, എങ്ങനെയാണ് പഠിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ ഞാൻ കണ്ടോ, ഇതിപ്പോൾ ഇന്ന് ഞാൻ പഠിക്കാനായിട്ട്, ഇന്നല്ല അധികവും ഞാൻ എപ്പോഴും പഠിക്കുന്നൊരു സംഭവം ഈ SCERT ആണ്. SCERT ബുക്ക് ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റാങ്ക് ഫയലിലെ ഓരോ ടോപ്പിക്സും എടുത്ത് പഠിക്കും. കാരണം സിലബസ് കംപ്ലീറ്റ് ചെയ്യണമല്ലോ. സിലബസ് 1, 2, 3 തവണ റിവിഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മാർക്കിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എന്താ കുഞ്ഞി, അതുപോലെ തന്നെ എന്താ പറഞ്ഞത്, പെട്ടെന്നൊരു ബ്രേക്കായിപ്പോയി. അപ്പോൾ എല്ലാവരും അതുപോലെ തന്നെ, അപ്പോൾ ഞാൻ SCERT പഠിക്കും. SCERT ഈ കോശജാലകങ്ങൾ എന്നുള്ളൊരു ടോപ്പിക്കാണ് ഇന്ന്, ആ ഒരു ചാപ്റ്ററാണ്. കാരണം നമ്മുടെ പാരൻകൈമ, കോളൻകൈമ, അതുപോലെ യോജകകല, പേശികല, അതൊക്കെ നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കോശജാലങ്ങൾ എന്നുള്ള ചാപ്റ്റർ, അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ആരുടെ അടുത്തൊക്കെയാണ് SCERT ബുക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ തന്നെ നിങ്ങൾ യൂട്യൂബ് ചാനലിലൊക്കെ നോക്കി എങ്ങനെയാണെങ്കിലും പുതിയ SCERTയും പഴയ SCERTയും രണ്ടും നമ്മൾ പഠിക്കണം. കുറച്ച് 9ലും 10ലൊക്കെ മാറ്റങ്ങളുള്ളത് കൊണ്ട് എന്തായാലും പുതിയ SCERTന്നും ഇപ്പോൾ കുറച്ചായിട്ട് ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പുതിയ SCERTയും പഠിക്കണം, പഴയ SCERTയും പഠിക്കണം. രണ്ടും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ റാങ്ക് ഫയലാണെങ്കിൽ റാങ്ക് ഫയൽ, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽസൊക്കെ നോക്കിയിട്ട് ബാക്കിയുള്ള നമ്മുടെ ഓരോ ദിവസം നമ്മൾ സിലബസിൽ തന്നിരിക്കുന്ന ആ ഓരോ ടോപ്പിക്കുകളും നമ്മൾ എടുക്കണം, കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ തന്നെയാണ് നമ്മൾ മാത്സ്, GK, കറണ്ട് അഫെയർസ്, അതൊന്നും നമ്മൾ ഒരിക്കലും വിട്ടുകളയരുത്. ഡെയിലി 1 or 2 ക്ലാസ് വെച്ച് നമ്മളൊരു തുടക്കത്തിൽ ഒരു യൂട്യൂബ് ചാനൽ കാണാൻ തുടങ്ങുകയാണെങ്കിൽ ആ തുടക്കം തന്നെ നമ്മളൊരു കറണ്ട് അഫെയർസിൻ്റെ ഒരു ക്ലാസ് എടുക്കാം, എന്നിട്ട് അത് കാണുക. അപ്പോൾ അത് ഭയങ്കര നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു ഭയങ്കര 100% നിങ്ങൾക്കത് ഹെൽപ്ഫുള്ളായിരിക്കും. കാരണം നമുക്ക് 20 മാർക്കിനാണ് കറണ്ട് അഫെയർസ് എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. അപ്പം ഞാൻ ഷോർട്സിലൂടെയൊക്കെ ഇത് അങ്ങനെ ഇടാറുണ്ട്, പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ടാണ് ഞാൻ മലയാളം മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ഷോർട്സിലൊക്കെ ഇടാറ്. അപ്പോൾ നിങ്ങൾക്ക് കറണ്ട് അഫെയർസും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ കറണ്ട് അഫെയർസിൻ്റെയും ഇട്ട് തരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ SCERT പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ, അപ്പം നിങ്ങൾക്ക് തോന്നുമോ ഇത്രയൊക്കെ പഠിക്കണോ? അപ്പം പഠിക്കണം. പഠിക്കാതെ ഇരുന്ന് നമുക്ക് എന്തായാലും എവിടെ എത്താൻ പറ്റില്ല. നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്ന ആ വഴികളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള കഠിനമായിട്ട് തോന്നും. നമ്മൾ തളർന്നു പോവും. നമുക്കതൊക്കെ ഒന്ന് നിർത്തിയാൽ മതി, ഇല്ലെങ്കിൽ ഒരു ജോലി കിട്ടി ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കായിരുന്നു. ഇനി എപ്പോഴാണ്, ഞാൻ എത്ര കാലമായി പഠിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ എനിക്കൊരു ജോലി ആയില്ലല്ലോ, അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ നമ്മളുടെ ഈ കടന്നു പോകുന്ന വഴി ഇപ്പോഴത്തെ കുറച്ച് തടസ്സങ്ങളും കടുപ്പമായിട്ടുള്ള റോഡിലൂടെയൊക്കെ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. ആ വഴിയൊക്കെ നമ്മൾക്ക് കുറച്ച് കഴിയുമ്പോൾ അതിന് ഇരട്ടി മധുരം തരുന്ന ഒന്നായി മാറട്ടെ. അതിനായിട്ട് ഞാൻ ഇന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതുപോലെ SCERTയും PYQ നമ്മൾ നോക്കണം. കമ്പനി ബോർഡ് LGSനൊക്കെ നന്നായി PYQ നിങ്ങൾ നോക്കിയിട്ട് പോകണം. അപ്പോൾ ഡെയിലി 1 or 2 ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ എനിക്ക് അതൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരുടെയും പഠനം നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ കുഞ്ഞു ചാനലിനെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, ഒരാളോ ചിലപ്പോൾ 2 ആളൊക്കെ ആയിരിക്കും എനിക്ക് കമൻറ്റ് ഇടുന്നത്, അതുപോലെ ലൈക്കും എനിക്ക് കുറവായിരിക്കും, പക്ഷേ അതൊക്കെ എനിക്ക് വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. സ്റ്റഡി വ്ളോഗ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ, നമുക്ക് സ്റ്റഡി വ്ളോഗും ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.